അപ്പം ഈ ട്രിക്കിനകത്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 3x ഇവിടെ 3x ഉണ്ട്. ഓക്കെ, സോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഇരിക്കുന്ന എക്സ് പതുക്കെ പ്ലക്ക് ചെയ്ത് ഇവിടെ വെക്കും. അപ്പം ഈ ഇരിക്കുന്ന എക്സിൻ്റെ ബാക്കി ഇരിക്കുന്ന എൻ്റെ കൂടെ പോകും. ഓക്കെ, ഞാൻ ഈ ഇരിക്കുന്ന എക്സ് പതുക്കെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം എൻ്റെ കൂടെ പോകും. നമുക്കാണെങ്കിൽ 1, 2, 3 എല്ലായിടത്തും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇരിക്കുന്ന എക്സ് എല്ലാം തിരിച്ചു വരും. താഴ്ന്ന് തോണ്ടതെന്ന് വിചാരിച്ചല്ലേ. 4 കാർഡ് പതുക്കെ എടുത്തതിന് ശേഷം ലെറ്റ്സ് കീപ് 1 കാർഡ്. നമുക്കിവിടെ ബാക്കി 3 കാർഡുണ്ട്. ഈ ട്രിക്സിൻ്റെ അകത്ത് ഏറ്റവും വലിയ നല്ലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാർഡ് നമുക്ക് പാം ചെയ്യാന്ന് പറയും. എന്ന് വെച്ചാൽ കാർഡ് നമ്മൾ എടുത്ത് ഇങ്ങനെ വെക്കാന്ന് പറയും. സോ ദിസ് ലുക്സ് ഫ്രം ഫ്രണ്ട് കയ്യിൽ ഇല്ലാത്ത പോലെ തോന്നും, ബട്ട് ഫ്രം ബാക്സിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇതൊരു വലിയ നല്ല സ്കില്ലാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ഈ സാധനം പാം ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, കാര്യം ഞാൻ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, അത് പറയാം. അപ്പം ഞാൻ ഈ സാധനം പതുക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം പതുക്കെ ഇവിടെ വെക്കുന്ന സമയത്ത് ഈ സാധനം തിരിച്ചു വരും. കഥ കേൾക്കുന്നവരെ കേട്ടിരിക്കുകയാണ്. വി ആർ ഹാവിങ് എ കാർഡ് 8 of diamonds. നമ്മൾ ഓൾമോസ്റ്റ് ഡെക്കിൻ്റെ സെൻറ്ററിൽ ഈ സാധനം കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ സാധനം വെക്കുന്നു, നമ്മളിത് തിരിച്ച് വെക്കുന്നു. അപ്പോൾ അതൊക്കെ അകത്തോട്ട് പോകുന്ന സമയത്ത് ഒന്നുമില്ല. ഇതെങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിച്ചില്ല എന്നാ ഞാൻ വേണേ. ആ കാറിനൊക്കെ ഫുൾ കാണിച്ചു, അതെല്ലാം 8 ഡയമണ്ട്സ് അല്ലേ. ഇതുകൊണ്ടാണ് ഞാൻ ഈ ട്രിക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിക്ക് ആക്ച്വലി ഇത് ഫുൾ 8 of diamondsലാണ് ഈ ട്രിക്ക് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത് എക്സ്പെൻസീവ് ഡെക്കാണ്. ഇതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാത്തത്. ഫുൾ 8 of diamonds ആണെങ്കിൽ ഞാനത് കൊടുത്തിട്ടില്ല. ഇപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഓഡിയൻസിന് ഒരു ഫീല് വരും ഇവിടെ അത് അങ്ങനെയാണെന്ന്. അല്ലാത്ത സമയത്ത് പ്രശ്നമില്ല. പിന്നെ ചില വിദഗ്ധന്മാരുണ്ട്, അവന്മാർ സ്റ്റേജ് നോക്കി ഇരട്ട് വയ്ക്കും, ബ്രോ എനിക്ക് എല്ലാ കാർഡും കാണണം. അപ്പം പിന്നെ ഒന്നും മടിക്കരുത്, ഈ ഇരിക്കുന്ന കാർഡുകൾ മൊത്തം തുറന്നാൻ കാണിച്ചു കൊടുക്കുക. ദാറ്റ്സ് മൈ നെയിം ആകാശ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഞാനിങ്ങനെ ആലോചിക്കാം. ഓക്കെ, നമുക്ക് 2 പാക്കറ്റ്സ് ഉണ്ട്. മസ്താനിക്ക് ഇഷ്ടമുള്ള ഏതുകൊണ്ട് എടുക്കാം. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഏതെടുക്കണം? ബ്ലൂ. അങ്ങനെ നമ്മൾ ഓഡിയൻസിനെ കൊണ്ട് എടുപ്പിക്കുന്നത്. അല്ല, ഏതുകൊണ്ട് എടുക്കാൻ ബ്ലൂ വേണമെങ്കിൽ മാറ്റാം, കുഴപ്പമൊന്നുമില്ല. ബ്ലൂ മാറ്റണ്ട. ബ്ലൂ ഞാൻ റെഡിന് കുഴപ്പമില്ല. ബ്ലൂ ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. ബ്ലൂ ആണ് ഫേവറേറ്റ് അല്ലേ? ഓ, അതാണ് തുടക്കത്തിൽ ബ്ലൂ പറഞ്ഞല്ലേ. നേരത്തെ അറിയാവുന്ന ബ്ലൂ അല്ലേ? ഓ ആ, ഓക്കെ. ഒരു കാര്യം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പം എൻ്റെ ഫോണും ബ്ലൂവാ, എൻ്റെ നെയിൽ പോളിഷ് ബ്ലൂവാ, എല്ലാം ബ്ലൂവാ. ഞാനൊരു ബ്ലൂവാ. ഞാൻ എന്താ ചോദിക്കാൻ വേണ്ടോ? ഞാൻ വീണ്ടും കേട്ടോ, ഞാൻ ചോദിക്കുന്നില്ല. അയ്യോ, ശരിയാവില്ല, അടിക്കട്ടോ. ഓക്കെ, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് കാർഡ്സ് ഉണ്ട്. മസ്താനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസ്താനി ഇപ്പം ഇങ്ങനെ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. അപ്പം എനിക്ക് വേണ്ട ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മസ്താനി ജെനുവിൻലി ഒരു കാർഡ് സെലക്ട് ചെയ്യണം. മസ്താനി പോലും അറിയാണ്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് സെക്കൻഡ് മസ്താനി അറിയാവുള്ളൂ, ഇതാണ് ഞാൻ എടുത്ത കാർഡെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മസ്താനി പതുക്കെ സ്പ്രെഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് പതുക്കെ എടുക്കണം. എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ തലയിരിച്ചിടണം. ഓക്കെ, ഇത് ഇങ്ങനെ ഇട്ടുള്ള പ്രശ്നം എന്താ, ഇത് ഫ്രണ്ട് വരുമ്പോൾ ഞാൻ കാണും. അതുകൊണ്ട് എന്ത് ചെയ്യാം, മസ്താനി ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പകുതിയോളം കട്ട് ചെയ്യണം, എന്നിട്ട് ബാക്കി എടുത്ത് തന്നെ മുകളിൽ വയ്ക്കണം. ഓക്കെ, അതാകുമ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ പോകും. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. ഇവിടുന്ന് ഇഷ്ടമുള്ളൊരു കാർഡ് എടുക്കുന്നു. മസ്താനി ഇത് ടോപ്പിൽ തലയിരിച്ച് വയ്ക്കുന്നു. പകുതിയോളം കട്ടിയിട്ട് നേരെ തിരിച്ചു വയ്ക്കുന്നു. അതാകുമ്പോൾ എൻ്റെ കയ്യിൽ കാർഡ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇത് ഏതാണെന്ന് അറിയാം. സ്പ്രെഡ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത് മസ്താനി ബ്ലൂ അല്ലേ പറഞ്ഞു. അപ്പം മസ്താനിക്ക് എന്ത് ചെയ്യാം, മസ്താനി നേരെ ബിഹൈൻഡ് ദ ബാക്കിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് പതുക്കെ ഇങ്ങനെ ബാക്കിൽ പോയിട്ട് പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരെണ്ണം എടുത്ത് തിരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ബിഹൈൻഡ് ദ ബാക്ക് ആകുമ്പോൾ ക്യാമറമാൻ എത്തി നോക്കി കഴിഞ്ഞാൽ പോലെ കാണില്ല. ഞാൻ എത്തി നോക്കിക്കഴിഞ്ഞാൽ നോക്കരുത്. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെതും കൂടെ എടുത്തോട്ടെ. എൻ്റെ കാർഡ്സും കാണണ്ട. അപ്പം ഞാൻ ഇതുപോലെ ബാക്ക് സൈഡിൽ പോവാം. ഓക്കെ, നമ്മൾ രണ്ടുപേരും ബാക്കിൽ പോയിട്ട് ഇഷ്ടമുള്ള കാർഡ് സെൻറ്ററിൽ നിന്ന് എടുത്താൽ നോക്കരുത് കൊണ്ണൂത്തി പൊട്ടിച്ചോളൂ. ഒരെണ്ണം സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ തലയിരിച്ച് വെക്കണം. ഫ്ലിപ്ഡ് ഇട്ട് ഓവർ റൈറ്റ്. ടോപ്പിൽ തലയിരിഞ്ഞ് വന്നില്ലേ, അവിടെ നിൽക്കുക. വന്നായിരുന്നല്ലോ ടോപ്പ്. നോക്കിക്കോട്ടെ ബ്രോ, നോക്കിയിട്ട് പറയാമോ തലയിരിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ടോപ്പിൽ ഫ്ലിപ്പ് ചെയ്താണ് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഫ്ലിപ്പ് ഓവർ അല്ലേ? ഓക്കെ, ഇനി ബ്രോ അതിൽ നോക്കണ്ട. ഒരു കാര്യം ചെയ്യുക, മസ്താനി ആ കാർഡ് മൊത്തം കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നേരെ ഫ്രണ്ടോട്ട് കൊണ്ടുവന്നു.
എന്നിട്ട് നേരെ ഫ്രണ്ടോട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടു. ഇതാ എൻ്റെ കാർഡ് കയ്യിൽ വെച്ചു. അതിന് ഉപദ്രവിക്കുക. ഇങ്ങെടുത്തു. സോ ഇപ്പം എൻ്റെ അകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മസ്താനി കാർഡ് പിടിച്ചു. ഇപ്പം എന്താ നടന്നത്? മസ്താനി ബിഹൈൻഡ് ദ ബാക്കിൽ പോയി. ഇപ്പം നമുക്ക് ആർക്കും കാർഡ് അറിയില്ല, കാർഡ് അറിയില്ല. നമ്മൾ രണ്ടുപേരും ഈ മൊമെന്റിലാണ് ഇപ്പോൾ ഈ കാർഡ് നോക്കാൻ പോകുന്നത്. ഫൈൻ. അപ്പം ഞാൻ ഈ കാർഡ് പതുക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തുണ്ട് ഒരു ഒറ്റ കാർഡ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് തിരിഞ്ഞിരിക്കുന്നത്. ഫൈൻ. ഇതാണ് ആ തിരിഞ്ഞിരിക്കുന്ന കാർഡ്. ഇത് മസ്താനി പോലും അറിഞ്ഞിട്ടില്ല ഈ കാർഡ് തിരിച്ചു വെച്ചത്. ഇതാണ് മസ്താനിയുടെ കാർഡ്. ഒരു കാര്യം, മസ്താനി ആയിരിക്കുന്ന കാർഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാം. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് നോക്ക്. ഞാനൊരു കാർഡ് തിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അന്ന് പുറത്തോട്ട് വയ്ക്കാൻ ഫുൾ എടുക്കണ്ട, ജസ്റ്റ് പുറത്തോട്ട് തള്ളി വെച്ചാൽ മതി. അതേതാ കാർഡ്? ജോക്കർ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കോയിൻസിഡൻസ് ആണോ നോക്ക്. മസ്താനി ആ കാർഡിന്റെ ബാക്ക് സൈഡ് നോക്ക്. ഞാൻ പറഞ്ഞത് അതെങ്ങനാ? നല്ല ട്രിക്കായിരുന്നു. അത് ആക്ച്വലി നല്ലൊരു പഴയ ട്രിക്കാണ്. ഞാനത് കുറച്ച് നാൾക്ക് എനിക്കിഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻ്റ് ആണല്ലോ നമുക്ക് ആ സാധനം. ഇപ്പം നമുക്കിത് വേണമെങ്കിൽ ഇതിൽ തന്നെ വേണമെങ്കിൽ വേറൊരു സാധനം കൂടെ കണ്ടിന്യൂ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഇത് മാജിക്കൽ, ഇത് വേറെന്തോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യാം മസ്താനി, എന്താ എന്നാലും ഞാൻ ബാക്കിൽ പോയി ചെയ്തത് കയ്യിൽ വെച്ചോ. മിണ്ടരുത്. ഓക്കെ ബ്രോ ഒന്ന് കയ്യിൽ വയ്ക്കുക. ക്യാമറമാൻ കയ്യിൽ വെച്ചോളൂ. ഓക്കെ പോക്കറ്റ് ഇട്ടോളൂ, കുഴപ്പമില്ല. ഞാൻ ഉപദ്രവിക്കായിരുന്നു മതി. അതെന്താന്ന് മനസ്സിലായോ? അത് നമ്മുടെ മറ്റേ ഡൈസ് ആണ്. നമ്മൾ പാമ്പ് മണി കളിക്കുന്ന സ്നേക്ക് ആൻഡ് ലാഡർ ആ സാധനം ഡൈ ആണത്. ഇമാജിനറി ഡൈ ആണ്, അതാണ് കാണാൻ പറ്റാത്തത്. ഈശ്വര, അതാണല്ലേ പോക്കറ്റ് ഫെയർന്നും എടുക്കണ്ട കേട്ടോ. ആയിരിക്കുന്ന ഡൈ ആണല്ലോ മസ്താനിയുടെ ഡൈന്. ആയിരിക്കുന്ന ഡൈന് എത്ര സൈഡ്സ് ഉണ്ട്? 6. ഇമാജിനേഷൻ ഉണ്ട്, എന്ത് വേണം പറയാൻ കേട്ടോ. 7 ഉണ്ടെന്ന് പറയാം, 8 വേണം. ഇപ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ. 100 സൈഡ് അത് വേണ്ട കേട്ടോ. 52 കാർഡേ ഉള്ളൂ. ഓ അങ്ങനെ. ഒരു 20. ഓക്കെ, നല്ലൊരു നമ്പറാണ്. ഓക്കെ, സോ ഞാൻ ടിപ്പിക്കലി നമ്പർ മാറ്റാൻ പറയാം, പക്ഷേ ഇത് കുഴപ്പമില്ല. മസൻ്റെ ബ്രോൻ്റെ സൈഡിന് ഡൈന് എത്ര സൈഡ് ഉണ്ട്? 10 സൈഡ്. കണ്ട നല്ല പയ്യൻ. 10 പറഞ്ഞു, അത്ര തന്നെയാ മതിയല്ലേ ബ്രോ. ആ സാധനം എടുത്ത് തലയിലിട്ട്, ഡൈ എടുത്ത് തലയിലിട്ട്. ബുദ്ധിമുട്ടൊന്നും കാണിക്കണ്ട, വാരി പറക്കിയിട്ട് തലയിൽ തലയിലേക്ക് തല കുലുക്ക്. പോട്ടെ. ഓക്കെ, ആലോചിച്ച് നോക്ക്. 2 പേര് ഇന്റർവ്യൂ കുഴപ്പമില്ല, കുഴപ്പമില്ല. മസ്താനി എവിടെ വേണോ സ്റ്റോപ്പ്. ബ്രോ കുലുക്ക്. ഒരു ഉഷാറില്ലല്ലോ ബ്രോ. കുലുക്കോട്ട് സ്റ്റോപ്പ് ചെയ്യും. ബ്രോ ഏത് നമ്പറാണ് ബ്രോന് വന്നത്? 10. 1 തൊട്ട് 10 നമ്പർ ഉണ്ടല്ലോ. ഷേക്ക് ചെയ്യുമ്പോൾ ഏത് നമ്പറാണ് വന്നത്? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഷേക്ക് ചെയ്തു. അപ്പം ഒരു നമ്പർ ടോപ്പിൽ വരുമല്ലോ, അത് ഏത് നമ്പറാണ് വന്നത്? 8. കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. മനസ്സിൽ തന്നെ വെച്ചിട്ട് വീണ്ടും ഷേക്ക് ചെയ്തോണ്ടിരുന്നോ. ഓക്കെ, മസ്താനി തലയിലിട്ടിട്ട് എത്ര 20 സൈഡുള്ള ഡൈ അല്ലേ? കഷ്ടപ്പെടുന്നു. 20 തലയിലിട്ട് ഫുൾ ഷേക്ക് ചെയ്യാം. അപ്പോൾ നമ്പർ പറയരുത്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു നമ്പർ ടോപ്പിൽ വരും. ഇത് പ്യുവർ ഇമാജിനേഷൻ. 20 സൈഡുള്ള ഡൈ. എന്തൊക്കെ പറയായിരുന്നു. 20 സൈഡിന്റെ ഡൈൻ്റെ മുകളിൽ ഒരു നമ്പർ വരും. മസ്താനിക്ക് നമ്പർ വന്ന ഒരു നമ്പർ പറയണ്ട. ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കാം. ഇപ്പൊ മസ്താനി വിചാരിച്ച നമ്പർ 4 ആണെന്ന് വിചാരിക്കുക. അതില്ലാണോ? ആണെങ്കിൽ എപ്പോഴും എഴുന്നേറ്റ് ഓടിയത്. ഓക്കെ, ഒരു നമ്പർ ഉണ്ടല്ലോ. ഇപ്പൊ മസ്താനി വിചാരിച്ച 4 ആണെങ്കിൽ ഞാൻ ഇങ്ങനെ 20 വരെ എണ്ണിപ്പോവും. അപ്പം മസ്താനി 4 ആണ് വിചാരിക്കണമെങ്കിൽ 4th കാർഡാണ് മസ്താനി ഓർത്തിരിക്കേണ്ടത്. ഈ ട്രിക്കിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയാമോ? ബാക്കി ഇരിക്കുന്ന ക്യാമറാമാൻ കണ്ടോണ്ടിരുന്നാൽ പോലും ക്യാമറാമാൻ പോലും അറിയില്ല നീ ഏത് കാർഡാണ് വിചാരിക്കുന്നത്. കാരണം നമ്പർ നിനക്ക് മാത്രമേ അറിയാവുള്ളൂ. സോ അപ്പൊ ഞാനിത് കൗണ്ട് ചെയ്ത് പോവാം. മസ്താനിക്ക് എപ്പോഴാണ് നമ്പർ, ഇപ്പം ലെറ്റ്സ് സേ ഇഫ് ഇറ്റ്സ് 5, ആ 5th കാർഡ് ഓർത്തിരിക്കും. ഞാൻ 20 വരെ എണ്ണിപ്പോവും. പതുക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്. സ്പീഡ് കൂടുന്നത് എൻ്റെ അടുത്ത് പറയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കാർഡ് ഓർമ്മയുണ്ടോ? ഞാനിപ്പം ഒരു കാര്യം നിങ്ങളുടെ തുറന്നു പറയാം. നിങ്ങൾക്കിപ്പം വേറെ ഏത് നമ്പർ വേണോ നിങ്ങൾക്ക് പറയാമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു നമ്പറുണ്ട്. 100 അല്ല പറഞ്ഞ ഇവിടെ 100 വരെ എണ്ണണം. സോ അതുകൊണ്ട് ഇപ്പം റാൻഡം. ഇപ്പം മസ്താനിയുടെ മനസ്സിലൊരു കാർഡുണ്ട്. സത്യം പറഞ്ഞാൽ ദൈവത്തിനും അറിയില്ല ഏതാ കാർഡ്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ക്യാമറാമാൻ അറിയില്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയില്ല, എനിക്കും അറിയില്ല. കാർഡ് മറക്കരുത്. ആ കാർഡ് തന്നെ മനസ്സിൽ വിചാരിക്കുക. ആൻഡ് നമുക്കൊരു നമ്പർ വേണം. ഇതൊരു എന്താ പറയുക, ഒരു ഹോളി ഗ്രെയിൽ ഓഫ് കാർഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുന്ന നമ്പറിൽ അവരുടെ കാർഡ് വരിക. വൺസ് ഇൻ ലൈക്ക് മില്യൺസ് ഓഫ് പോസിബിലിറ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. വർക്കായില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി ഫോർ ദ ഫസ്റ്റ് ടൈം
ബ്രോ വിചാരിച്ച നമ്പർ എത്രയായിരുന്നു നേരത്തെ പറഞ്ഞു? എത്രയായിരുന്നു നമ്പർ? 8. ഓക്കെ, കംപ്ലീറ്റ് ബ്രോ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ബ്രോ നമ്പർ പറഞ്ഞത്, ബ്രോൻ്റെ ഇഷ്ടം തന്നെയായിരുന്നല്ലോ. ഇതുപോലെ 10-20 പറഞ്ഞില്ലെങ്കിലും 10 നമ്പർ പറഞ്ഞു. എന്തായാലും ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഡെക്ക് തൊടുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ബി വെരി ക്ലീൻ. മസ്താനി ഫോർ ദ ഫസ്റ്റ് ടൈം ഏത് നമ്പറാണ് മസ്താനി റോൾ ചെയ്തപ്പോൾ കിട്ടിയത്? മസ്താനിക്ക് റോൾ ചെയ്ത് ഇവിടെ 14. 14. അവിടെ എത്രയായിരുന്നു? 8 + 14 എത്രയാണ്? 22. ആരെങ്കിലും പിടിച്ചു നോക്കുക, ഞാൻ പറയാം. ഓക്കെ, കുഴപ്പമില്ല. 22. ഓക്കെ, 22. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. ഇത് വല്ല ആവുമെങ്കിൽ എൻ്റെ പൊന്നു ബ്രോ ഞാൻ എഴുന്നേറ്റ് പോയിരുന്നു. ഒരു സെക്കൻഡ് അതിന് മുമ്പ് ഐ എം ജസ്റ്റ് ട്രൈയിങ് സംതിങ്. മീനാക്ഷി ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഇഷ്ടമുള്ളൊരു കളർ പറയാമോ? റെഡ് ഓർ ബ്ലാക്ക്, ഏതെങ്കിലും ഒരെണ്ണം? വെറുതെ ബ്ലാക്ക്. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് മസ്താനി ഇത് പറയുന്നത്? മസ്താനി ഇല്ല, മീനാക്ഷി പറയുന്നത് ഇല്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ജസ്റ്റ് ഇപ്പം മനസ്സിലായല്ലോ, നമുക്ക് അങ്ങനെ ഗസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവമല്ല. ഫോർ ദ ഫസ്റ്റ് ടൈം മസ്താനി വിചാരിച്ച ആ കാർഡ്, അതിൻ്റെ കളർ എന്താന്ന് പറയാമോ? റെഡ്. ഓക്കെ, ഏതാ സിമ്പിൾ? ഹാർട്ട്. അല്ലേ ഞാൻ പൊളിക്കും കേട്ടോ. നമ്പറാണോ ആൽഫബറ്റ് ആണോ? നമ്പർ. ഏതാ നമ്പർ പറയണോ? 7. അത് വർക്കായി. എന്റെ ഡൈസിൽ വീണത് 14. അപ്പൊ 14th കാർഡിൽ വന്നത് ഈ 7 ഹാർട്ട്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇമാജിനറി ഡേ ആണ്. നിങ്ങൾക്ക് മസ്താനി 14 ആണ് പറയുന്നത് ആർക്കും അറിയില്ല, പുള്ളിക്കാരൻ 8 പറഞ്ഞ കാര്യം ആർക്കും അറിയില്ല. മസ്താനിയുടെ വായിന്ന് 14 വരുന്ന ലാസ്റ്റ് മൊമെന്റിലാണ്. ആ 14 + 22 എന്ന് പറയുന്നത് മില്യൻസ് ഓഫ് പോസിബിലിറ്റിയാണ്. അതിൻ്റെ അകത്ത് 7 of Hearts വിചാരിച്ചത് ക്യാമറമാൻ അറിയില്ല, എനിക്കും ആർക്കും അറിയില്ല. അത് എനിക്ക് ആദ്യമായിട്ട് സാധനം വർക്കാവുന്ന എക്സൈറ്റ്മെന്റ്. ഇന്നിപ്പോൾ രാവിലെ ചെയ്ത് ഫ്ലോപ്പ് ചെയ്തിട്ടത് അതൊന്നും പറയാൻ പാടില്ല. പക്ഷെ എന്നെ അറിയുന്നവർക്ക് അറിയാതെ എപ്പോഴും മറക്കാൻ, പക്ഷെ അതോടെ പറയാൻ പാടില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിക്ക്. എന്ത് രസമല്ലേ അത്? അല്ല, പക്ഷെ ഇതൊട്ടും ഇത് വർക്കാവുന്ന ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം ഇമാജിനറി ഡൈസിൽ ഏതോ ഒരു നമ്പർ നിങ്ങൾ ഇത് ഷഫിൾ ചെയ്യുമ്പോൾ ആ കാർഡ് കാണുന്ന പോലും ഇല്ല. അപ്പൊ പിന്നെ അതെങ്ങനെ കറക്റ്റ്? അവന്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്ന കാർഡ് ഞാൻ കണ്ട കാർഡ്. അതുകൊണ്ട് ഞാൻ ആ സത്യം പറ, എന്റെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ അറിയാൻ എന്നെ കോടതി പിരിക്കായിരുന്നല്ലോ. പക്ഷെ അത് നല്ലൊരു മീൻസ് ഞാൻ എപ്പോഴും ആ ട്രിക്കിലോട്ടാണ്. ഇത് ഭയങ്കര ട്രിക്ക്, ഇത് വേറെ ലെവൽ. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ സാധനം തങ്ങി നിൽക്കും ഇങ്ങനെ. ഓക്കെ, ട്രിക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ എനിക്ക് ആ മൊമെന്റാണ് ഭയങ്കര ഇഷ്ടം. നിങ്ങളുടെ ഈ റിയാക്ഷൻ വരുമ്പം ഞാനിത് രാത്രി പോയി കിടക്കുമ്പോൾ എന്റെ മനസ്സിൽ അറിയാം എവിടെ അവിടെ അങ്ങനെ റിയാക്ഷൻ. ഓക്കെ, ഈ ട്രിക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് വേറെ അസാധ്യ സാധനം. സത്യം പറഞ്ഞ മാജിക് പഠിച്ചതിലൊരു സന്തോഷമൊക്കെ തോന്നി ഇങ്ങനത്തെ മൊമെന്റിൽ. ഞാൻ എപ്പോഴും പറയാം, എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജ്. ഇപ്പം ഞാൻ എന്നെ ഇന്ന് ഫസ്റ്റ് വിളിച്ചു, വെറൈറ്റി ആയിട്ട് വിളിച്ചിട്ട്, എടാ മകേഷ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒന്ന് വരണം. ഓഫീസിൽ ഞാൻ തുള്ളിച്ചാടായിരുന്നു, അറിയാമോ? ഞാൻ അപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് ആതിര എന്ന് പറയും, മീൻസ് ഇപ്പോൾ ഹൃദയ എന്ന് പറയുന്നതാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ആതിര നമ്മളെല്ലാവരും ഒരേ സമയത്ത് കോളേജിൽ പഠിച്ച ആൾക്കാർ. അപ്പം ഇവരുടെ ഭർത്താവ് ശ്രീനാഥ്, അങ്ങനെ ജിത്തിൻ, അങ്ങനെ കുറച്ച് അഖിൽ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇതാണ് അങ്ങനെ ടൈറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പുതിയ ട്രിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഇവരാണ്. അപ്പം ഇപ്പം ഒരു 2 മണിക്കൂർ മാജിക് കഴിഞ്ഞാൽ പിന്നെ ഇവർ സാച്ചുറേറ്റഡ് ആവും. പിന്നെ ഇവർക്ക് നമ്മൾ എത്ര ട്രിക്സ് ചെയ്ത് കഴിഞ്ഞാലും അതല്ലേ അതല്ലേ ആ ഒരു ഫീൽ വരും. അപ്പോൾ ഇവരൊക്കെയാണ് ആക്ച്വലി ആ ക്ലോസ് സർക്കിളിൽ നിന്നിട്ട് ബില്ല് നോക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡൽഹിയിലായിരുന്ന സമയത്ത് ഇപ്പം ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞു എൻ്റെ ക്ലോസ് ഫ്രണ്ട്, അവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവരെന്തിനാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. റസീന ചേച്ചി, ഇപ്പം ഷാനു ചേട്ടൻ, ഇങ്ങനെ മീൻസ് ഇഷ്ടംപോലെ പേരില്ല, വെല്ലെണ്ണാന്ന് കുറച്ച് ജയിച്ചിട്ട് അങ്ങനെ കുറച്ച് പേരുടെ പേരാണ് ഇങ്ങനെ ഓടി മറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ ആരുടെ പേര് പറഞ്ഞൊന്നും പറയരുത്. ഇപ്പം പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അനിയൻ്റെ സപ്പോർട്ട് മീൻസ് അത് ചില്ലറയല്ല. ലൈഫിൽ എൻ്റെ ടഫസ്റ്റ് മൊമെൻറ്റിൽ പോലും അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കും ഇങ്ങനെ അനങ്ങാതെ, നമുക്ക് കാണാം. അവൻ ആ ഒരു അഖിൽ എന്ന പേര് മീൻസ്, പിന്നെ അച്ഛനുണ്ട്. അച്ഛനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തു പറയുന്നത്, ഡെഡിക്കേഷൻ ഒരു അവസാന വാക്കുണ്ടെങ്കിൽ അച്ഛൻ സാധാരണ ഒരു മനുഷ്യനാട്ടോ. പക്ഷേ ആ ഒരു ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ ബിടെക് എടുത്തത് ശ്രീജ തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ, അതിനുശേഷം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അവിടെയാണ് തെർമൽ അതായിരുന്നു എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തത്. അപ്പം ഞാൻ ഇത്രയും പഠിച്ചിട്ട് വരുന്ന സമയത്തും അച്ഛനും ഇതുപോലെ അങ്ങനെ അധികം പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു സാധാരണ ഒരു ജോലിയിൽ ദുബായിൽ കയറി, അവിടെ നിന്ന് അച്ഛൻ ക്ലൈംബ് ചെയ്ത അവസരം ഡയറക്ടർ വരെ എത്തി. അപ്പം ഞാൻ ഇടയ്ക്ക് ഈ അറിവും പഠിച്ചിട്ട് പോലും എനിക്ക് ആ പോയിന്റിൽ എത്തുന്നില്ല. അപ്പം അച്ഛൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോഴത്തേക്ക് എനിക്ക് ചില സമയത്ത് തോന്നും, ശരിക്കും നമ്മളിപ്പം എന്താ പറയുക, കൺസിസ്റ്റൻസിയുടെ പോലും ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ആ ഒരു പോയിന്റിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യും. പിന്നെ പലതും നമ്മളൊന്നും അറിയില്ല. എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര പാവം കേട്ടോ. കുടുംബക്കാർ മീൻസ് ഒരുതപ്പെട്ടവരെല്ലാവരും പറഞ്ഞ ആകാശ് ഇത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട, അങ്ങനെ കുറേയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മ, കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ അകത്തു നിന്നും നമ്മളിപ്പം എന്താ പറയുക, പഠിക്കുന്ന ഒരാൾ ഇപ്പം ഒരു കാർഡോ ഒരു മാജിക്കിൻ്റെ സൈഡിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ തോന്നുക, ഇവന് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പണ്ട് തമാശയ്ക്ക് പറയായിരുന്നു എഞ്ചിനീയറിംഗ് ആണ്, ജോലിയൊന്നും ഇല്ല. പക്ഷേ അന്ന് പാവം എൻ്റെ അമ്മ കുറേ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഷീ ഹാസ് ഗോൺ ത്രൂ ഷിറ്റ്. ആ രീതിയിൽ എൻ്റെ അമ്മ പോയിട്ടുണ്ട്. അപ്പം ആ സമയത്തും എൻ്റെ അനിയനെ അമ്മ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഒരു പിടിയിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഞാൻ മാജിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രിക്ക് അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് വലിയ ട്രിക്കൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുഞ്ഞു ട്രിക്ക്. ഞാൻ ഇത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലില്ലേ, ഓക്കെ, ഐ മീൻ ഞാൻ മാജിക് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അവൾ മാജിക് ആയിരുന്നു. അവൾക്ക് ചോദിച്ചു തന്നു, അവൾ പറഞ്ഞു തന്നില്ല, ഉണ്ടാരം. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വേറെ ട്രിക്ക് മീൻസ് വെക്കേഷൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വേറെ ട്രിക്ക് പഠിപ്പിച്ചിട്ട് അവളുടെ അടുത്ത് കാണിച്ചു. അപ്പോൾ അവളെ അടുത്ത് വെച്ച് അത് പഠിപ്പിച്ച് തരുമെന്ന്. അപ്പോൾ ഇതൊരു ബാട്ടർ സിസ്റ്റമായിട്ട് അങ്ങോട്ടോട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലെടുത്തൊരു ചെക്കനുണ്ടായിരുന്നു, ആൽബർട്ട് എന്ന പേര്, വെരി ഗുഡ് ഗൈ. പക്ഷേ ഇപ്പം ഹീസ് നോ മോർ. ഐ മീൻ നല്ലൊരു സ്കിപ്പ്. അപ്പം പുള്ളിക്കാരൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മാജിക്കിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് മാജിക് ചെയ്യുക. അപ്പോൾ മാജിക്കിൻ്റെ സെറ്റിൽ നമുക്കൊരു 10-15 ട്രിക്കാണ്. അപ്പോൾ ഓരോ നിൽക്കുമ്പോൾ ഓരോ ട്രിക്ക് ഓരോ ദിവസം. അപ്പം എൻ്റെ ഈഗോ ഹർട്ടായി. നമ്മൾ കൊച്ചു പിള്ളേരാണല്ലോ, അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം വീട്ടിൽ നമ്മൾ ചീട്ട് കളിക്കും. അപ്പം ഞാൻ യൂട്യൂബ് പഠിച്ചിട്ട്, ഐ മീൻ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്. സ്വന്തമായിട്ട് പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, യൂട്യൂബിൽ നിന്ന് പഠിച്ച് ബുക്സ് ഒന്നും പഠിച്ചതാണ്. അപ്പം സ്വന്തമായിട്ട് പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, സമ്മൺ വാസ് ടീച്ചിങ് റൈറ്റ്. അപ്പം പിന്നെ ഈ പറഞ്ഞ മുതുകാട് സാറ്, രാജമൂർത്തി സാറ്, ഇവരൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. അപ്പം അവരാണ് എത്ര നല്ല ട്രിക്ക് ചെയ്തിട്ടും കാര്യമില്ല, അൺടിൽ നല്ല യു ഡോണ്ട് നോ ഹൗ ടു പെർഫോം ഇറ്റ്. നമുക്ക് ആ ഇമോഷൻ കൺവേ ചെയ്യണമല്ലോ, അല്ലാണ്ട് ട്രിക്ക് അത് ട്രിക്ക് മറ്റേ അതിൽ കാര്യമില്ല. അപ്പം ഇവരാണ് ആക്ച്വലി ആ ഒരു ലോകം എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നത്. ഓ, മാജിക് പ്ലാനിലൊക്കെ എന്തോരം കടപ്പാടുണ്ടെന്ന് അറിയാമോ. അവിടെ ഇല്ലെങ്കിൽ ഇന്നിപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോലും ചിലപ്പോൾ സംസാരിക്കില്ലായിരുന്നു. ഗുഡ് പ്ലേസ്, ഇപ്പോഴും ആഗ്രഹമുണ്ട്. നമുക്ക് തിരിച്ചു വരാം. അപ്പം ഈ ട്രിക്കിനകത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 3x ഇവിടെ 3x ഉണ്ട്. ഓക്കെ, സോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഇരിക്കുന്ന എക്സ് പതുക്കെ പ്ലക്ക് ചെയ്ത് ഇവിടെ വെക്കും. അപ്പം ഈ ഇരിക്കുന്ന എക്സിൻ്റെ ബാക്കി ഇരിക്കുന്ന എൻ്റെ കൂടെ പോകും. ഓക്കെ, ഞാൻ ഈ ഇരിക്കുന്ന എക്സ് പതുക്കെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം എൻ്റെ കൂടെ പോകും. നമുക്കാണെങ്കിൽ 1, 2, 3 എല്ലായിടത്തും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇരിക്കുന്ന എക്സ് എല്ലാം തിരിച്ചു വരും. താഴ്ന്ന് തോണ്ടെന്ന് വിചാരിച്ചല്ലേ, സാരമില്ല. അപ്പം ഞാൻ ഞാൻ ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ എടുക്കാം. അപ്പം ഞാൻ താഴെ തൊട്ടിട്ടില്ലല്ലോ, എന്നാലും അത് പോയല്ലോ. മസ്താനി ഒരു കാര്യം, മസ്താനി ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് വൈപ്പ് ചെയ്യും ടോപ്പിൽ. ഓക്കെ, മസ്താനി താഴെ തൊട്ടില്ലല്ലോ, പക്ഷേ എന്നാലും താഴത്തെ സാധനം. പക്ഷേ ഇത് കൊച്ചുപിള്ളേർക്കുള്ള ട്രിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ നമ്മളിത് ഇങ്ങനെ ആക്കുമ്പോൾ ഇപ്പുറത്തോട്ട് വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്കുമ്പോൾ ഇപ്പുറത്തോട്ടൊക്കെ പോകും. ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇരിക്കുന്ന എക്സ് പതുക്കെ എടുത്ത് തിരിച്ചിടുന്ന സമയത്ത് തിരിച്ചു വരും. വേണമെങ്കിൽ അതിൽ വല്ല ബട്ടൺ ഉണ്ടോ, ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ല. നല്ല രസമല്ലേ, ഇത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി മാജിക് തുടങ്ങിയത്. അതെങ്ങനാ, കൊള്ളായിരുന്നല്ലേ? ഒന്ന് തരാമോ ഒരു സെക്കൻഡ്? കൂടുതലൊന്നും ശരിയാവില്ല. ഓക്കെ, നോർമലായിട്ട്. അതിലൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ അതെങ്ങനാ, അത് പഠിപ്പിച്ചു തരാനല്ലേ? ശരി, ഞാൻ പറയാം, എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ പഠിപ്പിക്കാന്ന് പറയും. പഠിപ്പിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് 4 ബ്ലാക്ക് 4 റെഡ് ചെക്ക് ചെയ്ത് നോക്കണം. വേണ്ട, സമയമില്ല, തരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 1, 2, 3, 4. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം. അപ്പോൾ നമുക്ക് ഇവിടെ 4 റെഡ് ഉണ്ട്, നമുക്ക് ഇവിടെ 4 ബ്ലാക്ക് ഉണ്ട്. ഓയ്യോ, ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, നമുക്ക് ഈ റെഡും ബ്ലാക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക്, ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു റെഡ്, ഒരു ബ്ലാക്ക്, ഒരു റെഡ്, ഇങ്ങനെ മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ആക്ച്വലി മിക്സ് ചെയ്ത് കാണാൻ പറ്റുമല്ലോ. നമുക്കൊന്നും കൂടെ ചെയ്യാം. കൺഫ്യൂഷൻ ഒന്നും കൂടെ ചെയ്യാം കേട്ടോ. നമുക്കിവിടെ 4 ബ്ലാക്ക് ഉണ്ട്, 4 റെഡ് ഉണ്ട്, നമുക്കിത് കാണാമല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഇരിക്കുന്ന ബ്ലാക്ക് ഓരോന്നിൻ്റെ ഇടയ്ക്ക് പതുക്കെ വയ്ക്കാം. അപ്പം പതുക്കെ ഇങ്ങനെ പോകുന്നതാണല്ലോ, സംശയമൊന്നുമില്ല, അതിൻ്റെ തന്നെ പോകുന്നത്, വഴി പോകുന്നതാണ്. ഇത്രയും പതുക്കെ നമുക്ക് ആക്ച്വലി ട്രിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല. നമ്മളെന്താ ഫുൾ ഈ സാധനം അകത്തോട്ട് കയറ്റിയിട്ട് കാണണമെങ്കിൽ കാണാം കേട്ടോ, ബ്ലാക്ക് പോകുന്ന കാണാൻ പറ്റും. എന്നിട്ട് എനിക്ക് വലിയ പിടിയിട്ടില്ല ഇതെങ്ങനെയാണ് ഈ സാധനം ബ്ലാക്ക് സെപ്പറേറ്റ്. എന്നാലും ഇതെന്താ ചെയ്യുന്നറിയോ, നമ്മൾ ഓരോ മാജിക് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്നാൽ അതെങ്ങനാ, ഞാനൊരു ഭയങ്കര കണ്ണിങ് ആയിട്ട് ഇത് കണ്ടുപിടിക്കൂല എന്നുള്ള ഇതിലാണ് ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമില്ല, ഞാൻ ശരിക്കും ചില സമയത്ത് ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിത് 2 രീതിയിൽ ഈ സാധനം പെർഫോം ചെയ്യാം. ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ ഞാൻ നേരിട്ട് ചെയ്യുന്നവർക്ക് ഇന്നവരെ ആർക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ആൾക്കാർ പറഞ്ഞത് ഇപ്പം ഞാനിതൊരു ആർട്ട് ഫോം ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ സൈറ്റ് ചെയ്ത് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇന്ന ട്രിക്ക് ഞാൻ ഇത്രയും ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ മസ്താനിക്ക് വേണമെങ്കിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക, ഇത് പഴയ ട്രിക്കാണ്, വേണമെങ്കിൽ തപ്പിയെടുക്കാം. പക്ഷെ ഞാനത് പറയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് വാട്ട് ഐ ഫീൽ ഇസ്
ഇതൊരു ആർട്ട് ഫോമാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളിത് എൻജോയ് ചെയ്ത് തുടങ്ങണം, അല്ലാണ്ട് ഇതൊരു IQ ടെസ്റ്റ് അല്ല. നിങ്ങൾ ലിറ്ററലി ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു പരിപാടി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാനും അത് അത്രയും ലൈറ്റായിട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ്. അതല്ലാണ്ട് ഇപ്പം വേറെ രീതിയിൽ ആൾക്കാർ നമ്മളിത് പറയാൻ പാടില്ല, യു ഷുഡ് ഹാവ് ദാറ്റ് ദാറ്റ് ഓറ, നിങ്ങളിത് മൊത്തം ചെയ്യുകയാണ്, ഇത് സീക്രട്ട് ആണെന്നോ ട്രിക്സ് ആണ്, ഇത് ഇത്രയും സിമ്പിളാണെന്ന് നമ്മൾ പറയരുത്, അപ്പോൾ അവർ കരുതും ഇത് സിമ്പിളാണെന്ന്. ഞാൻ ആലോചിക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പം 2-3 സാധനങ്ങൾ ഇത്രയും ചെയ്ത് തരുമ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ മസ്താനിക്ക് കാണുന്ന സമയത്ത് മസ്താനിക്ക് തോന്നുന്നത് സിമ്പിളാണെന്ന്. അതിൻ്റെ ഹാർഡ് വർക്ക് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഇപ്പം നമുക്കൊരു സാധനം ചിലർ പറയില്ലേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലാണ് കഥ ഇരിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആർക്കും എന്താണ് പറയുക, ബട്ട് ആ ഒരു സിമ്പിളായിട്ട് ആ സാധനം ചെയ്യാൻ പറ്റണം. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എടുക്കുന്ന സമയത്ത് ഭയങ്കര റഫ് ആൻഡ് ടഫാണ്, മീൻസ് എൻ്റെ അത് പോകുന്നത്. പിന്നെ ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എടാ കാർഡിൽ നമുക്കൊന്നൊന്ന് ഒഴുക്കി ചെയ്താൽ ഇപ്പം എന്താ പ്രശ്നം. ഫോർ എക്സാമ്പിൾ ഇപ്പം 4 കാർഡുണ്ടെന്ന് വിചാരിക്കുക, 4 കിങ്സ്. അപ്പോൾ 4 കാർഡ് നമുക്ക് ഇവിടെ എക്സാക്ട്ലി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന 4 കാർഡ് പതുക്കെ എടുത്തതിന് ശേഷം ലെറ്റ്സ് കീപ് 1 കാർഡ്. നമുക്കിവിടെ ബാക്കി 3 കാർഡുണ്ട്. ഈ ട്രിക്സിൻ്റെ അകത്ത് ഏറ്റവും വലിയ നല്ലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാർഡ് നമുക്ക് പാം ചെയ്യാന്ന് പറയും. എന്ന് വെച്ചാൽ കാർഡ് നമ്മൾ എടുത്ത് ഇങ്ങനെ വെക്കാന്ന് പറയും. സോ ദിസ് ലുക്സ് ഫ്രം ഫ്രണ്ട് കയ്യിൽ ഇല്ലാത്ത പോലെ തോന്നും, ബട്ട് ഫ്രം ബാക്സിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇതൊരു വലിയ നല്ല സ്കില്ലാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ഈ സാധനം പാം ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, കാര്യം ഞാൻ അത്രയ്ക്ക് ടൈറ്റായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, അത് വേറെ. അപ്പം ഞാൻ ഈ സാധനം പതുക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനം പതുക്കെ ഇവിടെ വെക്കുന്ന സമയത്ത് ഈ സാധനം തിരിച്ചു വരും. കഥ കേൾക്കുന്നവരെ കേട്ടിരിക്കുകയായിരുന്നല്ലേ? കാരണം ഞാൻ എന്തോ ട്രിക്കിനെ കുറിച്ച് കാര്യമായിട്ട് പറയാം. ഞാനൊരു കാര്യം, ഞാൻ ഈ ഇരിക്കുന്ന കാർഡ് പതുക്കെ എടുക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ സാധനം പതുക്കെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാർഡ് ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ സാധനം തിരിച്ചു വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, കിങ് ഓഫ് ക്ലബ്സ് കാണാമല്ലോ, ഈ കിങ് ഓഫ് ക്ലബ്സ് ഞാൻ മാറ്റി വയ്ക്കാം. ഓക്കെ, നമുക്കിത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഇരിക്കുന്ന കിങ് ഓഫ് ക്ലബ്സ് ഡെക്കിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകും. ശ്രദ്ധിച്ചോണ്ടോ കേട്ടോ, ഇതിനെക്കാട്ടിയും ഈ കിങ് ക്ലബ്സ് ഞാൻ പതുക്കെ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഞാൻ ഇതിവിടെ വെക്കും. ഓക്കെ, എനിക്കറിയാം മസ്താനി, ഇത് ഞാൻ അവിടെ ഇടുന്ന പോലെയല്ലേ തോന്നുന്നു, ഞാൻ തിരിച്ച് അല്ല, അവിടെ കാർഡില്ല കേട്ടോ, അവിടെ കിങ് ഇല്ല. ഞാൻ ശരിക്കും ഉള്ള കാര്യം തന്നെ പറഞ്ഞത്, ഇവിടെ ഒന്നും കിങ് ഇല്ല. ഞാൻ ആ പറയുന്ന കിങ് ഇവിടെ തന്നെ ഇരിക്കുന്നത്, കിങ് ഓഫ് ക്ലബ്സ്. നമ്മളിതിങ്ങനെ പതുക്കെ എടുക്കും, എടുത്തതിന് ശേഷം ഇവിടെ ഇതിങ്ങനെ വെക്കുന്ന സമയത്താണ് ആ സാധനം വരുന്നത്. ദാറ്റ് ഈസ് ഹൗ യു ഫൈൻഡ് ദ 4 aces. ദാറ്റ് വാസ് എ ഗുഡ് ട്രിക്ക്. ഞാൻ വെച്ചാൽ അത് എടുത്തിട്ട് അവിടെ തന്നെ ഇട്ടുന്നു. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. സോ ഐ വിൽ ട്രൈ സംതിങ് ആൻഡ് ദെൻ വിൽ വൈൻഡ് ഇറ്റ് അപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു മസ്താനി എൻ്റെ അടുത്ത് പറഞ്ഞത് ഓഡിയൻസ്, നമ്മുടെ വ്യൂവേഴ്സിന്, ഐ മീൻ വെറൈറ്റി മീഡിയയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വ്യൂവേഴ്സിന് എന്തെങ്കിലും ഒരു സാധനം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം എന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു. ഇല്ല, ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരം ഉണ്ടാവും? അല്ല, ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലാണ് ട്രിക്ക് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടിപ്പിക്കലി നിങ്ങൾക്ക് കാർഡ് കാണുമ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് എന്താ തോന്നാൻ പോകുന്നത്, ഞാൻ ട്രിക്ക് ചെയ്തു, എടാ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽ വരും. അതാണ് ആക്ച്വലി നമുക്ക് ഈ ട്രിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അപ്പം അങ്ങനെയൊക്കെ പോകും. പക്ഷെ ആ ഒരു ഫീൽ ഒഴിവാക്കാനായിട്ടാണ് പല ആൾക്കാരും ഇത് പഠിപ്പിക്കാത്തത്. എനിക്കങ്ങനെ ഇപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതല്ലേ, അപ്പോൾ പിന്നെ എനിക്കങ്ങനെ വേറെ ആർക്കും പഠിപ്പിച്ചാൽ വലിയ ഒബ്ലിഗേഷൻസ് ഒന്നുമില്ല എന്നൊക്കെ ഞാൻ പറയും. ഓക്കെ, പക്ഷേ എന്നാലും ലെറ്റ്സ് സേ വി പിക്ക് എ റാൻഡം കാർഡ്. ഓക്കെ, നമുക്കൊരു കാര്യം നമുക്കിത് എടുക്കാമെന്ന് വിചാരിക്കാം. വി ആർ ഹാവിങ് എ കാർഡ് 8 of diamonds. ട്രിക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ ഇഷ്ടമുള്ള പോർഷൻ കട്ട് ചെയ്യും. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഡെക്കിൻ്റെ സെൻറ്ററിൽ വെക്കും. നിൽക്കാം, നമുക്കൊന്നും കൂടെ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഡെക്കിൻ്റെ സെൻറ്ററിൽ ഈ സാധനം കട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഈ സാധനം വെക്കുന്നു, നമ്മളിത് തിരിച്ച് വെക്കുന്നു. അപ്പോൾ അതൊക്കെ അകത്തോട്ട് പോകുന്ന സമയത്ത് ഒന്നുമില്ല. ഇതെങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അത് സെന്ററിലില്ല, അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ ഞാനൊരു സാധനം ഇവിടെ വയ്ക്കാം. ഈ ഇരിക്കുന്ന 8 of diamonds പോവും. ഐ മീൻ ആക്ച്വലി ഇതിനെക്കാട്ടിയും പതുക്കെ ട്രിക്ക് ചെയ്യാൻ പറ്റില്ല. ആ കാറിനൊക്കെ ഫുൾ കാണിച്ചു, അതെല്ലാം 8 diamonds അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ഈ ട്രിക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിക്ക് ആക്ച്വലി ഇത് ഫുൾ 8 of diamondsലാണ് ഈ ട്രിക്ക് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് എക്സ്പെൻസീവ് ഡെക്കാണ്. ഇതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാത്തത്. മീൻസ് നിങ്ങളൊന്ന് ആലോചിച്ചു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഞാൻ ആ ട്രിക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മീൻസ് അത് വേറെ ഡെക്കാണ്, മീൻസ് ഡെക്ക് സ്വാപ്പ് ചെയ്തു. അല്ലാണ്ട് ഈ മൊത്തം 8 of diamonds നേരത്തെ ഡെക്കിൽ നടക്കില്ലല്ലോ. അപ്പം ഞാൻ ആ ഡെക്ക് മൊത്തം സ്വാപ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സാധനങ്ങൾ ആക്ച്വലി ഈ പറയുന്ന മൊത്തം 8 of diamonds നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ട്രിക്ക്, ഞാനിത് ശരിക്കും ജെനുവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ട്രിക്കിൻ്റെ കൺസ്ട്രക്ഷൻ നോക്ക്. ഫസ്റ്റ് ഫേസിൻ്റെ അകത്ത് ആ 3-2 പോകുന്ന സമയത്ത് യു ആർ ഔട്ട്. നിങ്ങളുടെ തലയിൽ ആദ്യത്തെ റൗണ്ട് രജിസ്റ്റർ ആവില്ല, സെക്കൻഡ് റൗണ്ട് രജിസ്റ്റർ ആവും, മൂന്നാമത്തെ തവണ എത്ര നോക്കിയിട്ട് സാധനം വർക്ക് ആവുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ പോകുന്നത്. അപ്പം ആ പോയിന്റ് എത്തുന്ന സമയത്ത് യു എൻഡ് അപ്പ് അവിടെ തന്നെ ട്രിക്ക് നിർത്തിയിട്ട് യു ക്യാൻ ലീവ്. ഓഡിയൻസിന് അത് എങ്ങനെ നോക്കിയാലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നുന്നത് ഫുൾ ഓഫ് 8 of diamonds, പക്ഷെ എന്നാലും ഒരു വിചാരിക്കും ഫുൾ 8 of diamonds ഒക്കെ വാങ്ങാൻ പറ്റുമോ. അതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ്.
അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് ഇതിപ്പോൾ എത്ര ഒരു 52 കാർഡ് വാങ്ങാനായിട്ട് 20 രൂപ വെച്ച് 52 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പല പല സാധനം കിട്ടില്ലേ. ഇന്ന് 8 ഡയമണ്ട്സ് കാണിച്ച് നിങ്ങൾക്ക് നാളെ 6 ചെയ്യാം. കാര്യം 52 ഡെക്ക് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഇത് ചെയ്യുക. പക്ഷേ മാജിക്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ആക്ച്വലി ഇത് അറിയാവുള്ളൂ ഇത് ട്രിക്കാണെന്ന്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറയും ഇത് സില്ലി ട്രിക്ക് എല്ലാ 8 ഡയമണ്ട്സിൽ എവിടെ ഞാൻ അത്രയും ലാഘവത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ മസ്താനി അത് അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ ഐ ബിൽഡ് ഇട്ട് ഫുൾ 8 ഡയമണ്ട്സ് ആണെങ്കിൽ ഞാനത് കൊടുത്തിട്ടില്ല. ഇപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഓഡിയൻസിന് ഒരു ഫീൽ വരും ഇവിടെ അത് അങ്ങനെയാണെന്ന്. അല്ലാത്ത സമയത്ത് പ്രശ്നമില്ല. പിന്നെ ചില വിദഗ്ധന്മാരുണ്ട് അവന്മാർ സ്റ്റേജ് നോക്കി ഇരട്ട് വയ്ക്കും ബ്രോ എനിക്ക് എല്ലാ കാർഡും കാണുന്നു. അപ്പം പിന്നെ ഒന്നും മടിക്കരുത്, ഈ ഇരിക്കുന്ന കാർഡുകൾ മൊത്തം തുറന്ന് കാണിച്ചു കൊടുക്കുക. ദാറ്റ്സ് മൈ നെയിം ആകാശ്. ഇവരൊക്കെ എന്റെ പ്രാഗം കേട്ടോ. ഓ താങ്ക് യു താങ്ക് യു. ഐ മീൻ ഞാൻ ആക്ച്വലി എൻ്റെ ഡ്രീം ലീവ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ കണ്ണിൽ കൂടെ അത് കാണാൻ പറ്റും ശരിക്കും. ഐ മീൻ സോ ഹാപ്പി. സൂപ്പർ അടിപൊളി. അതെങ്ങനെ ഞാൻ ഇതിന്റെ സ്ലോ മോഷനൊക്കെ ഒന്ന് കാണണം. ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാമോ. ഞാൻ ഇന്നലെ രാത്രി 2 മണി മെസ്സേജ് നീ രാവിലെ എത്ര മണിക്ക് എത്തും? നമ്മുടെ ഇന്ന സമയത്ത് എത്തും. ഓക്കെ ശരി. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് രാത്രി ഇരുന്ന് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓട്ടിക്കും ഇങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്യണം. അപ്പോൾ തുടക്കവും ലാസ്റ്റ് മാത്രമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വരികയല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും കൂളി. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ആദ്യം വിളിച്ചപ്പോഴത്തേക്ക് വരണ്ടെന്ന് ഒരു തീരുമാനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല ഇത് പുൾ ഓഫ് ചെയ്യാൻ. ഇത് ഈ ആൾക്കാരൊക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഓക്കെ ബിഗ് ബോസിലെ ആളാണ്, ഇവരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ എയറിലോട്ട് പോകും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഫിയർ ഭയങ്കരമായിട്ടുണ്ട് ഓഡിയൻസിന്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഐ മീൻ യു ആർ സോ ലൈറ്റ് ഹാർട്ടഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സിലുള്ള പെർസെപ്ഷൻ എപ്പോഴും ആൾക്കാർ പറയാം ആരെയും കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പറയും. പക്ഷേ യു ആർ സോ ലൈറ്റ്. ഐ മീൻ നമുക്ക് ഇങ്ങനത്തെ ഓഡിയൻസിനെ കിട്ടാന്ന് വെച്ചാൽ ഞാനിത് സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നും പറഞ്ഞു ഒരു കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ലക്കിയാണ് ഒരു മജീഷ്യനെ പറ്റി നല്ലൊരു ഓഡിയൻസിനെ കിട്ടി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാര്യം നിങ്ങളിതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ അടുത്ത ദിവസം മറന്നുമായിരിക്കും. ഞാനിത് വീട്ടിൽ പോകുമ്പോഴും അല്ല ഞാൻ പല ദിവസം ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ മെമ്മറീസ് ആയിരിക്കും എൻ്റെ മനസ്സിൽ. ഇപ്പോഴും നോക്കാം ഓട്ടിസം വായിച്ചത് ഓൾമോസ്റ്റ് 5 or 6 years ആയി ആ പോയിട്ട്. ബട്ട് സ്റ്റിൽ ഇത് എൻ്റെ മനസ്സിൽ ഇത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓടുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ ട്രിക്ക് ഇപ്പോൾ എന്നോട് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു ട്രിക്ക്. പക്ഷെ അതിൽ ആളതൊരു മാജിക് ട്രിക്കാക്കി മാറ്റി. അപ്പോൾ ഇതെന്തായാലും ഓഡിയൻസിന് പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയൊരു സൈഡ് പറയാനാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ആൻഡ് പിന്നെ എനിക്ക് 2 വട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് വന്നു. മൂന്നാമത്തത് അപ്പോൾ അതിൽ ഫുള്ള് 8 ഡയമണ്ട്സ് ആയിരിക്കും എന്നൊരു ഡൗട്ട് വന്നു. നമ്മളത് ചെക്ക് ചെയ്തു. പക്ഷെ ഇത് ഫുൾ എങ്ങനെ ഒരു ഫുൾ നമ്മളെ ഡിസൈൻ ചെയ്യുന്ന പോർഷൻ പറഞ്ഞില്ലേ മസ്താനി അത് വിചാരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ തന്നു കഴിഞ്ഞപ്പോൾ മസ്താനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഡിസ്കണക്റ്റഡ് ആയി. ഇറ്റ്സ് ഓവർ. അവിടെ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ പ്രസ്റ്റീജ് എന്ന് പറയുന്ന മൂവി എന്നെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പ്രസ്റ്റീജ് ഇസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് എ മാജിക് ട്രിക്ക്. യു ഡു എ സ്മോൾ തിങ്, ഒരു സെക്കൻഡ് ഫേസ് ഉണ്ട്, ലാസ്റ്റ് ഫേസ് യു ഗീവ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അങ്ങനെയാണ് എൻ്റെ ഡിസൈൻ പോകുന്നത്. അതുകൊണ്ട് ഐ മീൻ ഇതെല്ലാം ഇരിക്കുന്ന ഓഡിയൻസ് ആണോ. ഇപ്പം നമ്മൾ മാജിക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഓഡിയൻസ് എന്ത് കണക്ട് ആവുന്നില്ല, റിയാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചെയ്യുന്ന പോലെ ശരിക്കും എനിക്ക് തോന്നി കേട്ടോ. ഞാനിപ്പം കുറച്ചിങ്ങനെ മജീഷ്യൻസിൻ്റെ ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അവരിവിടെ വന്നിട്ട് നമ്മൾ റിയലി ട്രിക്ക് ഓക്കെ അവർ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ ട്രിക്കും കാണുന്നുണ്ട്. പക്ഷെ ഇത് ട്രിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഐ ഷുഡ് സേ ദിസ് അബ്സല്യൂട്ട്ലി അമേസിങ്. ഭയങ്കര എന്നുവെച്ചാൽ എന്റെ കിളി പോയി. ഈ ഇന്റർവ്യൂ കണ്ട എന്റെ എക്സ്പ്രഷൻ ഞാൻ എങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആൻഡ് യു ഡിസേർവ് എ ബ്യൂട്ടിഫുൾ സ്റ്റേജ്. അത് ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കട്ടെ. 50 or 100 ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് നമ്മളിനി ഭാവിയിൽ കാണും. ആകാശിന്റെ ഷോക്കൊക്കെ ഞങ്ങൾ വിളിക്കണം, ഞങ്ങൾ വരും കാണാൻ. ഫ്രണ്ട് റോയിലിരുന്ന് അഫ്കോഴ്സ് എല്ലാ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റേജ് ഒക്കെ ഹോസ്റ്റ് ചെയ്ത് അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഇട്ട് ഇനി ഒരു ബിസി ലൈഫ് ആവട്ടെ. ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ മീൻ ഞാനിന്ന് സത്യം പറഞ്ഞ യു റിയലി ഡിസേർവ് ദാറ്റ്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ മീൻസ് ഒരു കഴിവുള്ള ആൾക്കാരെ കാണുന്നുണ്ട്, ആൾക്കാർ വിചാരിക്കുന്ന നന്മവരായിട്ട് ഇത് പറയുന്നതുകൊണ്ടാണ്. ഒരു സമയത്ത് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു വാട്ട് ഐ വാസ് ഡൂയിങ് വാസ് ഗുഡ്. ആ സമയത്ത് ആരുമില്ല. പക്ഷേ എനിക്കത് ഹെൽപ്പ് ചെയ്തില്ല കേട്ടോ. ഒരു രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഐ വെൻ റിയലി ഡൗൺ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ. പക്ഷേ അതിന് ശേഷമാണ് പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പം
ഇന്ന ചില സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഓക്കെ ഈ സാധനം കൊള്ളാം, കുറച്ച് ആൾക്കാർക്ക് ഇത് പിക്കപ്പ് ചെയ്യുന്ന ഒരു 6 മാസമെങ്കിലും സമയം എടുക്കും, ആ ടൈം വരെയെങ്കിലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഐ എം ഫേക്കിംഗ് അ ലോട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നതല്ല എൻ്റെ മനസ്സിലുള്ള കാര്യം. നിങ്ങളിത് എങ്ങനെ എടുത്തോലും ഇല്ലെങ്കിലും എൻ്റെ ക്ലോസ് സർക്കിൾ ഉണ്ടല്ലോ, ഐ ക്യാൻ ഗോ ഹോം ആൻഡ് സിറ്റ് വിത്ത്. സോ അതുകൊണ്ട് എന്നെ വലിയ ബോധർ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയും കേട്ടോ, നാളെ അമ്മ ഞാൻ ഈ പറയുന്ന കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അവൾക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ബ്രോനെ. മീൻസ് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കഥ പറയാനെങ്കിലും വേണം, ദെൻ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. റിലേഷൻഷിപ്പ് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, അപ്പം പിന്നെ മിണ്ടണ്ട. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും പാട്. ഇറ്റ്സ് നൈസ്. ഐ മീൻ ഞാനിത് പറയുന്ന മീൻസ് അവിടെ ഇവിടെയും കുറേ കാലം ഇങ്ങനെ റെസനേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് സച്ച് എ ഗുഡ് ഡേ. ഞാൻ ഇന്നലെ രാത്രി 9 മണിക്ക് കയറി, അതിന് ശേഷം ഇന്നിപ്പോൾ രാവിലെ എനിക്ക് 8 മണിക്ക് എത്തി. ഓടുന്ന വഴി 2 നൂൽപുട്ടും കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നത്. ഞാനിത് വന്നില്ലെങ്കിൽ സത്യം പറയാലോ, ഞാൻ ശരിക്കും ഞാൻ മിസ് ചെയ്തു. ഞാനും എനിക്ക് ആക്ച്വലി വയ്യ, പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഇനിയും കാണാനായിട്ട്. മാജിക് ഇസ് ജസ്റ്റ് എ ടൂൾ. അപ്പം ഞാൻ ചെയ്യുന്നതിൽ ഐ വാണ്ടഡ് പീപ്പിൾ ടു നോ മീ. ഞാൻ ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ജോളി ആയിട്ടൊന്ന് സംസാരിക്കുക. ഐ ബിലീവ് ദറ്റ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ട്രിക്സ് വിച്ച് യു ഡു. But Akash, it was really nice to talk to you. Nice to meet you. കാരണം you deserve everything. മീൻസ് ഭയങ്കര അമേസിങ്, അടിപൊളിയായിരുന്നു. എനിക്കിങ്ങനെ അയ്യോ ഞാൻ എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. ഞാനിങ്ങനെ കാർഡ് ഇത്രയും നേരം ചെയ്തിട്ടില്ല. ഞാൻ ബ്രോന് ഇവിടെ വിളിക്കുന്ന സമയത്ത് ബ്രോ ഞാൻ കാർഡായിരിക്കും ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ലിസ്റ്റ് ബ്രോ ഇത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഈസ് മൈ ഡൊമൈൻ. അപ്പോൾ എനിക്ക് ശരിക്കും ആൾക്കാരെ പറഞ്ഞത് കാർഡ് വെച്ചിട്ട് നമുക്ക് ഇത്ര നേരം ഇരിക്കാൻ പറ്റും. മീൻസ് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ ജനറൽ ഓഡിയൻസിന് ഇതിങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും. ആ രീതിയിൽ ആക്ച്വലി ഐ ആം ഹാപ്പി. ഐ മീൻ ട്രിക്സ് ഇപ്പം എത്ര ഫെയിൽ ആയാലും എത്ര വർക്ക് ആയാലും ഇല്ല. ബട്ട് എനിക്കൊരു ഇപ്പം എത്ര മണിക്കൂറായെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. എത്രയും നേരം ഒരു 52 ചീട്ടാണ്. അതുകൊണ്ട് മാജിക്കിനകത്ത് പൈസ ഇല്ല, പഠിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് അതല്ലേ 20 രൂപ അത് മതി. ദാറ്റ് ഈസ് ഓൺലി ഇൻവെസ്റ്റ്മെന്റ്. ബാക്കിയെല്ലാം സ്ലോലി വരും. ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ. എവിടെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സെയിൽസ് പിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അവരൊന്നും അറിയില്ല നമ്മളിത് ബാക്കി എങ്ങനെ കൗണ്ടറിൽ തിരിച്ചു വരുന്നതെന്ന്. മീൻസ് അങ്ങനെ ആക്ച്വലി പ്രൊഫഷണലി ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ എം സോ ഗ്ലാഡ് ടു ഹാവ് വെരി ഗുഡ് ഫ്രണ്ട്സ് വിത്ത് മീ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഐ എം സോ ഗ്ലാഡ്. നല്ലൊരു ഫാമിലി ഐം ഹാവിങ് വെരി ഗുഡ് ആൻഡ് ഐ എം സോ ബ്ലെസ്ഡ് ഫോർ ഇറ്റ്. ഐ മീൻ ദൈവവിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ടെൽ നോ. ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ചോയ്സ്. ബട്ട് സ്റ്റിൽ ഐ മീൻ എല്ലാവരുടെ കാര്യമൊക്കെ രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് ദൈവം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷ. മീൻസ് ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ ഞാനൊന്നും ചെയ്യാതിരുന്ന ദൈവം എൻ്റെ കൈ കൊണ്ട് തരില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് അതിലൊരു ഇതില്ലാത്തത്. ബട്ട് സ്റ്റിൽ ആരുടെ വിശ്വാസം ഒന്നും ഇതില്ല. പക്ഷേ ഐ എം സോ ഹാപ്പി. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്. ഞങ്ങളാ താങ്ക് യു പറയുന്നത്. കാരണം ഇത്ര സമയം നോർമലി ഒരു ഇന്റർവ്യൂ 1 hour ഒക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ടൈം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ടയേർഡ് ആവുന്നില്ലേ, എനിക്ക് തീരല്ലേ എന്നായിരുന്നു. ഞങ്ങൾ വേണമെങ്കിൽ 2-3 പാർട്ട് ഇറക്കാൻ റെഡിയാണ്. നമുക്ക് ഇനി അടുത്ത് ഞാൻ പ്രോപ്പറായിട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട്, ഇതിപ്പോൾ എനിക്ക് ആക്ച്വലി പ്രിപ്പയർ ചെയ്യാനായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അങ്ങനെ അധികം സമയം എനിക്ക് കിട്ടിയില്ല. അടുത്ത തവണ കുറച്ചും കൂടി ഞാൻ എവിടെ നിന്നെങ്കിലും കണ്ട ട്രിക്സ് എനിക്ക് കാണിക്കണമല്ലോ കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് ട്രിക്സുകളൊക്കെ പുതുതായിട്ട് വന്ന് അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റട്ടെ. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. Inji, my meal partner.